കാലാവധി കഴിഞ്ഞിട്ടും തൃപ്രയാർ ട്രാഫിക് സിഗ്നൽ ഏറ്റെടുക്കാത്ത പഞ്ചായത്ത് നടപടി പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ നഗ്നമായ അഴിമതിയാണെന്നും അഴിമതി പുറത്തുവന്ന് 10 ദിവസം പിന്നിട്ടിട്ടും ട്രാഫിക് സിഗ്നൽ അഴിമതി ചർച്ച ചെയ്യാതെ മറ്റു വിഷയങ്ങൾ മാത്രം യോഗത്തിൽ അജണ്ട വെച്ചതിൽ പ്രതിഷേധിച്ച് UDF പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് യോഗം തടസ്സപ്പെടുത്തി. യോഗത്തിന്റെ നടപടിയുമായി മുന്നോട്ട് വന്നപ്പോൾ മുദ്രാവാക്യം വിളിച്ചും ഡസ്കിൽ അടിച്ചുമാണ് UDF അംഗങ്ങളായ ബിന്ദു പ്രദീപ്, KR ദാസൻ, CS മണികണ്ഠൻ, ശ്രീദേവി മാധവൻ എന്നിവർ യോഗം തടസ്സപ്പെടുത്തിയത്. അഴിമതി പുറത്തു വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടിൽ കാണാത്ത അവസ്ഥ ആണെന്നും യോഗത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒളിച്ചോടിയിരിക്കുകയാണെന്നും പഞ്ചായത്തിന് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ അനിൽ പുളിക്കൽ പറഞ്ഞു. പഞ്ചായത്ത് യോഗത്തിൽ ട്രാഫിക് സിഗ്നൽ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത പ്രസിഡന്റിന്റെ നടപടി അഴിമതിയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണെന്നും പഞ്ചായത്ത് യോഗത്തിൽ ഒരു പ്രതിഷേധവും ഉയർത്താത്ത BJP മെമ്പർമാരുടെ നിലപാട് CPMന്റെ അഴിമതിക്ക് കുടപിടിക്കൽ ആണെന്നും പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത അനിൽ പുളിക്കൻ പറഞ്ഞു. ട്രാഫിക് സിഗ്നൽ അഴിമതിയിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPMന്റെ ശ്രീ MR ദിനേശന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായ പ്രക്ഷോഭമാണ് നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നത്. കരാർ കാലാവധി കഴിഞ്ഞ് 60 ദിവസം പിന്നിട്ടിട്ടും പഞ്ചായത്തിന് ലഭിക്കേണ്ട പരസ്യ വരുമാനം അത് പിടിച്ചു വാങ്ങാനോ ട്രാഫിക് സിഗ്നൽ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കാനോ പഞ്ചായത്ത് പ്രസിഡന്റ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. അഴിമതി നടന്നിട്ട് തന്നെ 60 ദിവസം പിന്നിട്ടു. ഈ ആരോപണം ഉയർന്നു വന്നിട്ട് 10 ദിവസവും കഴിയുകയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, മുസ്ലിം ലീഗ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് KA കബീർ, PM നൌഷാദ്, KV സുകുമാരൻ, UDF മെമ്പർമാരായ റസീന ഖാലിദ്, ബിന്ദു പ്രദീപ്, KR ദാസൻ, CS മണികണ്ഠൻ, ശ്രീദേവി മാധവൻ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഴിമതിയിൽ പ്രതിഷേധിക്കേണ്ട BJP കൈയടിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെയും യോഗത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് നാട്ടികയിൽ കണ്ടുവരുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ കൃത്യമായും അക്കമിട്ട് നിരത്തി ഈ സിഗ്നൽ വിഷയത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെ റവന്യൂ നഷ്ടപ്പെടുത്തുന്ന ആ കാര്യം കൃത്യമായി അജണ്ടയിൽ കൊണ്ടുവന്ന് അത് യോഗത്തിൽ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ BJPയുടെ NDAയുടെ മെമ്പർമാർ അതിനെ അനുകൂലിക്കുന്ന യാതൊരു നിലപാടും ഇന്ന് പഞ്ചായത്ത് യോഗത്തിൽ ഉണ്ടായിട്ടില്ല.